എന്തായാലും പി വി അൻവർ ഫാക്ടർ നിലമ്പൂരിലുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. യു ഡി എഫ് ഇപ്പോൾ നിലവിൽ പി വി അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് ഒക്കെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന് അതിൽ വേറൊരു നിലപാടുണ്ട്. അത് നേരത്തെ അവർ വ്യക്തമാക്കിയതാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുൻപിൽ, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ വരുന്നതും കണ്ടതാണ്. എന്തായാലും നേതൃയോഗത്തിലൊക്കെ അത്തരം കാര്യങ്ങൾ വിഷയം ചർച്ചയായതും അതിൽ കൃത്യമായി മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർന്നതൊക്കെ നേരത്തെ വലിയ വാർത്തയായതുമാണ്. പക്ഷേ നേതാക്കളുടെ മനസ്സിൽ ഇപ്പോഴും പി വി അൻവർ ഫാക്ടർ ഉണ്ട് എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു പ്രതികരണം ഇന്ന് 24 ലഭിക്കുകയും ചെയ്തു. പി വി അൻവർ ഫാക്ടർ നിലമ്പൂരിലുണ്ട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരമാണ്. പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയം തന്നെയാണ് അൻവർ ഇപ്പോൾ ഉയർത്തുന്നത്. ഭരണപക്ഷത്ത് നിന്ന് തന്നെ ആരോപണം ഉയർന്നപ്പോൾ അതിന് വലിയ ശ്രദ്ധ കിട്ടിയെന്നും നജീബ് കാന്തപുരം 24 പറഞ്ഞു. UDF പ്രചാരണം അങ്ങനെ കൊഴുക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് നജീബ് കാന്തപുരം MLA ആണ്. വലിയ രീതിയിലുള്ള പ്രചാരണമാണ്. അതേസമയത്ത് CPM പറയുന്നത് ലീഗും കോൺഗ്രസും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി? വലിയ പ്രശ്നമുണ്ട്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ വോട്ട് ലീഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കണമെന്നതാണ് ഞങ്ങളുടെ വാശി. ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഇത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വാശിയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടുക എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. അതൊക്കെ പറയുമ്പോഴേ ഈ മണ്ഡലത്തിൽ ഒരു അൻവർ എഫക്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അൻവർ എഫക്റ്റ് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തെ, അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയത്തെ തന്നെയാണല്ലോ ഞങ്ങളും ആവർത്തിക്കുന്നത്. അൻവർ എങ്ങനെയാണ് ആ ഒരു മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോരാനുണ്ടായ സാഹചര്യം? ആ സാഹചര്യം അവിടുത്തെ ചീഞ്ഞളിഞ്ഞ വളരെ അവിടുന്ന് പൊട്ടിത്തെറിയിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് രാഷ്ട്രീയം പറഞ്ഞ ആളാണ് അൻവർ. അതുകൊണ്ട് അൻവർ ഉയർത്തിയ ആ പ്രശ്നങ്ങളെ അൻവർ ഉയർത്തിയതുപോലെ UDF ആണ് അതിനു മുമ്പും ഉയർത്തിയിട്ടുണ്ട്. UDF ഉയർത്തിയ കാലത്ത് എന്തുകൊണ്ട് ശ്രദ്ധ കിട്ടാതെ പോയി? സ്വാഭാവികമായും ഞങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷം പിണറായിയുമാണ്. അൻവർ ഉയർത്തിയപ്പോൾ എങ്ങനെ ശ്രദ്ധ വന്നു? അത് ഭരണപക്ഷത്ത് നിന്നുള്ള ഒരു MLA ഇത് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അനിതര സാധാരണമായൊരു സംഭവമായി അതിനെ കാണും. ആ അനിതര സാധാരണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ അൻവർ പ്രധാനം തന്നെയാണ്. എന്തായാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയം അതാണ് മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പക്ഷേ പിണറായി സത്തെ തോൽപ്പിക്കണമെങ്കിൽ അത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് MLA. എന്തായാലും പ്രചരണം പുരോഗമിക്കുകയാണ്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.